അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മാന്യ ശ്രോതാക്കൾക്ക് മുഹറമിൻ്റെ പുതുവത്സര ആശംസകൾ നേരുകയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുഹറം ഏറെ പ്രാധാന്യമർഹിക്കുന്ന മാസങ്ങളും സമയങ്ങളുമാണ്. വിശുദ്ധ റമളാനിന് ശേഷം നോമ്പനുഷ്ഠിക്കൽ പൂർണ്ണമായി ഏറ്റവും പുണ്യമുള്ള മാസം അത് വിശുദ്ധമായ മുഹറമിൻ്റെ മാസമാണ്. അതിൽ തന്നെ ആദ്യത്തെ 10 ദിനങ്ങൾ നോമ്പനുഷ്ഠിക്കാൻ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് ഫതുഹുൽ മുഈൻ 204 രേഖപ്പെടുത്തിയത് കാണാം. കൂടാതെ മുഹറം 9, 10 ദിനങ്ങളും കൂട്ടത്തിൽ 11ൻ്റെ ദിനവും നോമ്പനുഷ്ഠിക്കാൻ പ്രത്യേകം സുന്നത്തായതായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തുകയും യഹൂദികൾ നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞാനാണ് ഇതിന് ഏറ്റവും അർഹനെന്ന് പറയുകയും അവിടുന്ന് കൂടുതലായി ജനങ്ങളെ ആ നോമ്പിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുകയായിരുന്നു. അടുത്ത വർഷം കൂടി ഞാൻ ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ 9 കൂടി നോൽക്കുമെന്ന് അവിടുന്ന് സൂചിപ്പിക്കുകയും ആ വർഷം ജീവിക്കാതെ അവിടുന്ന് വഫാത്താകുകയും ചെയ്തതിൻ്റെ താല്പര്യത്തിലാണ് മുഹറം 9 കൂടി നോമ്പ് സുന്നത്തായി നാം ആചരിക്കുന്നത്. മുഹറം ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി ഇസ്ലാമിലേക്ക് ബന്ധപ്പെടുന്ന മാസവും അറഫ നോമ്പ് മുഹമ്മദീയ ഉമ്മത്തിലേക്ക് ബന്ധപ്പെടുന്ന മാസവുമാകയാൽ അറഫ നോമ്പ് 2 വർഷത്തെ ദോഷം പൊറുപ്പിക്കാൻ മാത്രം അതിന് പവിത്രതയുണ്ടെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ മുഹറം 1 വർഷത്തെ നോമ്പ് പൊറുപ്പിക്കപ്പെടുമെന്ന് ഫതുഹുൽ മുഈനിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്.